അർജുന, ആദ്യമേ തന്നെ ഒരു രാത്രി കൊണ്ട് ഒരു നാട് മുഴുവൻ ഒലിച്ചു പോകുന്ന തക്കതായ അത്രയും തീവ്രതയുള്ള ഒരു ദുരന്തമായിരുന്നു ഇത്. ഈ വിഷയത്തിലാണ് കേന്ദ്രം നിഷേധിക്കുന്നതാണോ അതല്ലെങ്കിൽ വൈകിപ്പിക്കുന്നതാണോ, അതെന്ത് തന്നെയായാലും കേന്ദ്രം ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? പ്രതിപക്ഷവുമൊപ്പം സംസ്ഥാന സർക്കാരും പ്രതിഷേധം ശക്തമാക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വിവരാവകാശ രേഖ റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? അതിര കേന്ദ്രത്തിന്റെ സമീപനത്തെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യം എത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 4 മാസമായി വയനാട് ഒരു ദുരന്തം ഉണ്ടായിട്ട്, പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേന്ദ്ര സഹായം ഇതുവരെ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഇതുവരെ കേന്ദ്രം കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്രം ചില കാര്യങ്ങൾ ചെയ്യുകയും അത് മറച്ചുവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുകയാണെന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാർ ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിന് നൽകാൻ വൈകി എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ വൈകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വിവരാവകാശ രേഖ. 1202 കോടി രൂപയുടെ നഷ്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഗസ്റ്റ് 17 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മെമ്മോറാണ്ടം നൽകുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ വൈകിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം കേന്ദ്ര സംഘം സംസ്ഥാന ഈ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും അത് സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ശുപാർശകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഇത് നടക്കുന്നത് ഒക്ടോബർ 10 ഇത് സംബന്ധിച്ച് ഈ സബ് കമ്മിറ്റിയുടെ ശുപാർശകൾ NDRF നിന്നുള്ള അധിക സഹായം നിർണ്ണയിക്കുന്നതിന് ശുപാർശ ചെയ്യും. ഇക്കാര്യം ഹൈലെവൽ കമ്മിറ്റിക്ക് മുമ്പാകെ വെക്കുമെന്ന് കാണിച്ച് ഒക്ടോബർ 18 കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഒരു മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യമായി കേരളവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഒക്ടോബർ 18 പ്രധാനപ്പെട്ടത്. ആ കത്തിൽ പോലും ഈ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അപാകത കാണിച്ചുവെന്നോ ഇതിൽ മാറ്റിക്കൊണ്ടൊരു നിവേദനം വീണ്ടും നൽകണമെന്നോ ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് NDRF-ലും SDRF-ലും റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫണ്ടിംഗ് വിൻഡോയുടെ കീഴിൽ തുക വകയിരുത്തിയിട്ടുള്ളതായും ഈ കത്തിൽ വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്രത്തിന് ആദ്യമായി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കത്ത് വരുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെന്ന് കാണിക്കുകയല്ല കേന്ദ്ര സർക്കാർ ആ കത്തിലൂടെ ചെയ്തത്, മറിച്ച് ഇക്കാര്യത്തിലുള്ള പ്രോസസ് വ്യക്തമാക്കിക്കൊണ്ട ഒരു കത്താണ് അന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള NDRF മുഖേനയുള്ള ഫണ്ട് സംസ്ഥാന സർക്കാരിന് വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഹൈലെവൽ കമ്മിറ്റിക്ക് മുമ്പാകെ ഇതിന്റെ ശുപാർശകൾ വെച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 18 കേന്ദ്രം കത്തയച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഈ ഘട്ടത്തിൽ ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ നിവേദനം നൽകണമെന്നോ അല്ലെങ്കിൽ ഇത് മെമ്മോറാണ്ടത്തിൽ അപാകതയുണ്ടോന്നോ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ തുക വകയിരുത്തി എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്തും കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകി. ആ കത്തിനൊപ്പമാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ്, അതായത് ഈ ദുരന്താനന്തരം ഉണ്ടായിട്ടുള്ള സ്ഥിതി വിലയിരുത്തിക്കൊണ്ട് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതാണ് ഈ അമിത്ഷാ പറയുന്ന നവംബർ 13 സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊരു വിശദ നിവേദനം നൽകിയെന്ന് അമിത്ഷാ പറയുന്ന തരത്തിലുള്ള അത്തരത്തിലൊരു ആവശ്യം സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനു മുൻപുള്ള ഈ 3 മാസത്തോളം കേന്ദ്രം ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി, ഇതിൽ ശുപാർശകൾ വെച്ചു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ വയനാടിന് വേണ്ടിയിട്ടുള്ള NDRF തുക വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. എന്നിട്ടും ഇക്കാര്യത്തിൽ ബോധപൂർവം 4 മാസം ഇതിലൊരു മനഃപൂർവ്വമുള്ള വൈകിപ്പിക്കൽ ഉണ്ടെന്ന് സംശയിക്കുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്ന് വിചാരിക്കേണ്ടി വരും. ഇതിൽ ന്യായമായും തോന്നുന്ന 2-3 കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. അതായത് കേരളത്തിൽ അർജുൻ രാജിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ലിജു നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുന്നുണ്ട്. ശ്രീ ലിജു, ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് കരുതുന്നു. അതായത് കേരളത്തിന് വയനാടിന്റെ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട ധനസഹായവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം ഒരു വൈകിപ്പിക്കൽ തുടരുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. എന്താണ് പ്രതികരണം? അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ
വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് വന്ന് അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിച്ച പ്രധാനമന്ത്രി പക്ഷെ തുടർന്നിങ്ങോട്ട് സംസ്ഥാനത്ത് ഒരു സഹായവും നൽകാൻ തയ്യാറായില്ല. എന്താണ് അതിന്റെ കാരണം? എന്താണ്? തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചൊരു മണ്ഡലം, പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വിജയിപ്പിച്ച മണ്ഡലം, BJPക്ക് സ്വാധീനമില്ലാത്തൊരു പ്രദേശം. അപ്പൊ അതിനോട് തോന്നുന്ന ഒരിക്കലും ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടാത്ത തരത്തിലുള്ള വെറുപ്പ്, അതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവരും ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വയനാട് ജനതയെ സഹായിക്കുക എന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ഒരുപോലെ ആവശ്യപ്പെടുന്നു, എല്ലാ MP-മാരും ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ സഹായം വൈകുന്നത്? മറ്റ് സംസ്ഥാനങ്ങളുടെ ഇത്തരം സമാനമായ ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി ഉൾപ്പെടെ പ്രഖ്യാപിച്ച് സഹായം നൽകാൻ മടി കാണിക്കാത്ത ഗവൺമെന്റ് ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് കേരളം രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുമിച്ച് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടതുണ്ട്. പിന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് MP കഴിഞ്ഞ ദിവസമാണ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയും ഇടപെടുകയും ചെയ്തത്. അപ്പോൾ ഇത് ഗവൺമെന്റ് അത് കണക്കിലെടുക്കാൻ തയ്യാറാകണം. ശ്രീ M. ലിജു, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയ വിരോധം തീർക്കുന്നതാണെങ്കിൽ അതിനിരയാകുന്നത് വളരെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്നുള്ളതാണ് അതിലെ സങ്കടം എന്നുള്ളത്. ഒപ്പം ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്രം തുടക്കം തൊട്ട് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ പ്രപ്പോസൽ അടക്കം സമർപ്പിക്കുന്നതിന് വൈകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനൊരു വിഷയമേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്കറിയാം പ്രപ്പോസൽ സമർപ്പിക്കാൻ വൈകിട്ടില്ല എന്ന് രേഖകൾ പറയുന്നത്. ഇനി അല്പം വൈകിയാൽ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കേണ്ട ഒന്നല്ലേ ഈ ഒരു വിഷയം? പ്രപ്പോസൽ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അടിയന്തരമായി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആ വിഷയത്തിൽ ഡെപ്യൂട്ട് ചെയ്ത് അവരുടെ റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ വാങ്ങി അടിയന്തര സഹായം നൽകേണ്ടതല്ലേ? അത് മാത്രമല്ല, റിപ്പോർട്ടൊക്കെ വെക്കാൻ വേണ്ടി സഹായിക്കേണ്ട കാര്യമാണ്. അടിയന്തര ധനസഹായം ചെയ്യുന്നത് ഇത്രമാത്രം പ്രൊസീജിയറിന് ആവശ്യം എന്താണ്? അപ്പോൾ ഇതൊക്കെ വെറും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയൊക്കെ അവിടെ സങ്കുചിതമായിട്ടാണ് ചിന്തിക്കുന്നത്. താങ്കൾക്ക് സ്കോപ്പ് ഇല്ലാത്തൊരു പ്രദേശം. ഇവർ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ, അവരുടെ ഒരു ഇലക്ട്രൽ ബെനിഫിറ്റിന്റെ കണ്ണിലൂടെ മാത്രമേ ഇവർ കാര്യങ്ങളെ കാണുന്നുള്ളൂ. രാജ്യത്തെ ഒന്നായി കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭരണഘടനാപരമായ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വളരെ സങ്കുചിതമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് ആദ്യം പറയുന്നു. ഈ പറയുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ തരത്തിൽ സഹായം നൽകുന്നു. ആ ഘട്ടത്തിലാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായ വയനാടിനോട്, കേരളത്തിനോട് ഇത്തരത്തിൽ മുഖം തിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി രാഷ്ട്രീയം നോക്കാതെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും. ഇവിടെ ഒരു സംസ്ഥാനത്ത് നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി V. മുരളീധരൻ, അദ്ദേഹം വയനാട് ദുരന്തത്തിന്റെ തീവ്രത ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞപ്പോൾ പത്രമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞത് അത് വലിയൊരു ദുരന്തമല്ല, ഒരു 3 വാർഡിനെ മാത്രം ബാധിച്ച ഒന്നാണെന്നാണ്. ഒരു പ്രദേശം മുഴുവൻ മണ്ണിനടിയിലായി. ഇന്നും നൂറുകണക്കിന് മനുഷ്യരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിട്ടില്ല. നമ്മുടെ മനസ്സിൽ നിന്നും ആ ഒരു ദുരന്ത ചിത്രം പോയിട്ടില്ല. അവര് ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരിപ്പോഴും അവർക്കൊരു അഭയമില്ലാതെ അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊരു കേന്ദ്രമന്ത്രി പോലും അങ്ങനെ സംസാരിക്കാൻ കാരണം? അവർ കാണുന്ന സൂക്ഷ്മദർശിനിയിൽ കക്ഷി രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അവർക്ക് പ്രയോജനമില്ലാത്തൊരു കാര്യം അവരൊന്നും ചെയ്യില്ല. ഇതൊരു ഭരണകൂടത്ത് ഒരു ഭരണഘടനാ ലംഘനമാണ് യഥാർത്ഥത്തിൽ. അങ്ങേയറ്റം നിഷ്പക്ഷതയോടും നീതിബോധത്തോടും പെരുമാറേണ്ട ഒരു ഭരണകൂടം ഒരു സമൂഹത്തോടും ഒരു നാടിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ M. ലിജു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അർജുൻ രാജിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. അർജുൻ, ഈ പറയുന്നത് പോലെ ഈ വിഷയം ഹൈക്കോടതിയിൽ വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ കേട്ടതാണ് ആ സമയത്ത് കേന്ദ്രം എന്താണ് പറഞ്ഞത്. ഈ വിഷയം വിട്ടിട്ടില്ല, ഈ വിഷയത്തിൽ ചർച്ച നടക്കുകയാണ്, എത്തരത്തിലാണ് സഹായം നൽകാൻ സാധിക്കുക എന്നുള്ളതിലൊക്കെ ചർച്ച നടക്കുകയാണ് എന്നുള്ളതാണ്. അതിനെ തീർച്ചയായും ഇക്കാര്യത്തിൽ കേന്ദ്രം ഇനി ഹൈക്കോടതിയിലും പുറത്തും എന്ത് പറയുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം കൃത്യസമയത്ത് നൽകിയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ നിവേദനത്തിന്റെ കാര്യം മാറ്റിവെച്ചാൽ കൂടി കേന്ദ്രം മറ്റു സംസ്ഥാനങ്ങളോട് ചെയ്തത് കേരളത്തോട് എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ വലിയ ഒരു വിവേചനം മനസ്സിലാക്കാൻ കഴിയും. ഈ കാലവർഷക്കെടുതി ഉണ്ടായ സമയത്ത് കേരളത്തിനൊപ്പം തന്നെ അസം, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കാലവർഷക്കെടുതി രൂക്ഷമായിരുന്നു. അസമിലാണ് കഴിഞ്ഞ കാലവർഷ സമയത്ത് ഏറ്റവും കൂടുതൽ മഴക്കെടുതി ഉണ്ടായത്. ആ സമയത്ത് ജൂലൈ മാസം, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഗുജറാത്തിൽ ഈ കാലവർഷം ഉണ്ടാകുന്നത്.
സെപ്റ്റംബർ 30-ന്, അതായത് കാലവർഷം ഉണ്ടായി അവിടെ കെടുതി സംഭവിച്ച ആ മാസത്തിൽ തന്നെ സെപ്റ്റംബർ 30-ന് കേന്ദ്രം 600 കോടി രൂപയുടെ സഹായമാണ് അന്ന് കേന്ദ്ര സർക്കാർ ഗുജറാത്തിന് നൽകിയത്. ജൂലൈയിലാണ് അസമിൽ മഴക്കെടുതി രൂക്ഷമായത്. ഒരു മാസം കഴിഞ്ഞിട്ടില്ല, ഇതേ സെപ്റ്റംബർ 30-ന് 716 കോടി രൂപയുടെ സഹായം കേന്ദ്രം അസമിന് അനുവദിച്ചു. മിസോറാമിന്, ത്രിപുരയ്ക്ക്, സിക്കിം, നാഗാലാൻഡ് തുടങ്ങി ആ കാലയളവിൽ കാലവർഷക്കെടുതി ഉണ്ടായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണോ അവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം, ധനസഹായം നൽകുന്നതിൽ കേന്ദ്രം മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് കാണിച്ചത്. അങ്ങനെ തന്നെയാണ് കേന്ദ്രം കാണിക്കേണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ കേരളത്തോട് മാത്രമെന്താണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പറഞ്ഞ് അത് വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ് ന്യായമായി ഉയരേണ്ട ചോദ്യം. ഇക്കാര്യത്തിൽ ഏറ്റവും അർജുനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ JR പത്മകുമാർ കൂടി ചേരുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ശ്രീ JR പത്മകുമാർ, ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്നുള്ളത് കരുതുന്നു. വിവരാവകാശ രേഖ പ്രകാരം വയനാടിനുള്ള ധനസഹായം വൈകിപ്പിക്കുകയാണ് കേന്ദ്രം എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. എന്താണ് പ്രതികരണം? അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണ്. ഇന്നലെ പാർലമെന്റിനകത്ത് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആവശ്യമായ സഹായങ്ങൾ ഇനിഷ്യൽ സമയത്ത് തന്നെ നൽകുകയും അതിനുള്ള സഹായങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ രീതിയിൽ സഹായം ചെയ്തു. അത് അതിന്റെ ഒരു നമ്മുടെ റിലീഫ് എന്നുള്ള നിലയിൽ ആ സമയത്ത് സഹായം ചെയ്തു. പിന്നീട് ചെയ്യേണ്ട റീഹാബിലിറ്റേഷനാണ്. ആ റീഹാബിലിറ്റേഷന് വേണ്ട അപേക്ഷ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുള്ളത് നവംബർ മാസത്തിലാണ്. നവംബർ 16 or 13 ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് തന്നെ അതെങ്ങനെയാണ് നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനമെടുത്ത് അതനുസരിച്ചിട്ടുള്ള ഇപ്പൊ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കൊടുക്കും. അത് കേന്ദ്രം കൊടുക്കുന്നതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ടാവില്ല. അല്ലാതെ വാരിക്കോരി ഒരു ഏതെങ്കിലും സംസ്ഥാനം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. ഇതിനൊരു രീതിയുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. മാത്രമല്ല അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിലീഫ് ഓപ്പറേഷന് വേണ്ടിയിട്ട് SDRF-ല് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിനകത്ത് ആവശ്യമായ പൈസ ഉണ്ട്. ഇടയ്ക്കിടെ 2 പ്രാവശ്യം 3 പ്രാവശ്യം കേന്ദ്രം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ 50% വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഈ സ്ട്രിഞ്ചന്റ് വ്യവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് റിലാക്സ് ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് അത് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം കൂടുതൽ പൈസ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നോംസ് അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട പൈസ അത് കിട്ടും എന്ന് തന്നെയാണ്. അതിന് ഒരു തടസ്സവും ഒരു സംസ്ഥാനത്തിനോട് ഒരു വിവേചനം കാണിക്കുന്ന ഒരു സ്വഭാവം കേന്ദ്ര ഗവൺമെന്റില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്രത്തിനോട് ഒരു വിവേചനവും കാണിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലാതെ എപ്പോൾ എന്നുള്ളതിലാണല്ലോ ഈ സംശയം വരുന്നത്. അതായത് ഇതിനു മുമ്പ് നൽകിയ സഹായധനം എത്തരത്തിൽ വിനിയോഗിച്ചു എന്നൊക്കെയുള്ള ചോദ്യം ഉയരുമ്പോൾ അതിന് കൃത്യമായ വിവരം കേരളം നൽകി, സംസ്ഥാനം നൽകി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രം ആദ്യം പറഞ്ഞിരുന്നത് കേരളം ഈ പ്രപ്പോസൽ കൊടുക്കാൻ വൈകി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരം പ്രകാരം അത്തരത്തിൽ കേരളത്തിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ പ്രധാനമന്ത്രി നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നവംബർ 13-നാണ് ഇതിനെ സംബന്ധിച്ചുള്ള അപേക്ഷ നൽകിയിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ളത്. മറ്റേ നേരത്തെ പല റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു കേന്ദ്ര റീഹാബിലിറ്റേഷൻ, ഞാൻ വെച്ചാൽ റിലീഫ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് അപേക്ഷ പ്രോപ്പറായി കിട്ടിയിട്ടുള്ളത് നവംബർ 13 or 16 ആണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതിനെ ഇതുവരെ 19 നമ്മുടെ ഈ 20 MP-മാരിൽ 19 പേരും ഇന്ത്യ മുന്നണിയെ സഹായിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പിന്താങ്ങുന്ന ആളുകളാണ്. അവരാരും അത് പാർലമെന്റിൽ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിവരാവകാശ നിയമം എന്ന് താങ്കൾ പറയുന്നത് എന്താണ് ആവശ്യപ്പെട്ടതെന്നോ അത് എന്തിനെ സംബന്ധിച്ചാണോ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. അതേസമയം പാർലമെന്റിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം, സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് നോട്ടീസ് കൊടുക്കാം. ഏതെങ്കിലും 19 MP-മാര് ലോകസഭയിൽ തന്നെ കേരളത്തിൽ നിന്നുണ്ടല്ലോ, ഇന്ത്യ സഖ്യത്തിന് ആരെങ്കിലും അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ശരി, നന്ദി ശ്രീ JR പത്മകുമാർ പ്രതികരിച്ചതിന്. കെ രാജൻ കൂടി വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രൊട്ടസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. കേരളത്തിന് ഈ പ്രപ്പോസൽ സമർപ്പിക്കുന്നതടക്കം കേരളത്തിന് ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഇത് കേന്ദ്രം വൈകിപ്പിക്കുന്നതാണ് ഈ വയനാടിനുള്ള ധനസഹായം എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ഹലോ
ഹലോ ശ്രീ ഹലോ ഹലോ ശ്രീ കെ രാജൻ, കേൾക്കാമെന്ന് കരുതുന്നു. ഹലോ. കേൾക്കാം 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 പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇത് തീർച്ചയായിട്ടും കേരളത്തിനോട് യഥാർത്ഥത്തിൽ ശത്രുതാപരമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ സമീപനത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രയാസകരമായ കാര്യം. ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ പറയുന്നതിൽ പ്രയാസമുണ്ട്. സത്യത്തിൽ തുടർച്ചയായി ഇങ്ങനെ മന്ത്രിമാർ നടത്തുന്ന കേരളത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. കേരളം ഏതാണ്ട് ആവശ്യമായ രേഖകളൊന്നും നേരത്തെ നൽകിയില്ല എന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞതായി ഇന്നലെ മനസ്സിലാക്കാൻ കഴിയാണ്. എന്തൊരു തെറ്റായ കാര്യമാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്? ആരാണ് അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? കഴിഞ്ഞ ജൂലൈ 30 ദുരന്തമുണ്ടായി ആഗസ്റ്റ് 9 കേരളം സന്ദർശിച്ച ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിന്റെ മുമ്പാകെ കേരളത്തിന്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആ രേഖ അവതരിപ്പിച്ചു. കുറച്ചുകൂടി വിശദീകരണങ്ങൾ വേണം എന്ന് കണ്ടപ്പോ 1202 കോടി രൂപയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖക്കുറിപ്പോടെ വിവിധ സെക്ഷനുകളിൽ ചെലവായതും ചെലവാകാൻ സാധ്യതയുള്ളതും നഷ്ടമുണ്ടായതുമായ സംഖ്യയെക്കുറിച്ച് കേരളം കൃത്യമായി ആഗസ്റ്റ് 17 രേഖ സമർപ്പിച്ചു. ആ രേഖയിൽ തന്നെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു കണക്കുകൂടി ഞങ്ങൾക്ക് ഹാജരാക്കാൻ അവസരം വേണം എന്ന് പറഞ്ഞു. ഏത് കാര്യത്തിൽ? പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ആഗസ്റ്റ് 17 രേഖ കൊടുത്തു. ആഗസ്റ്റ് 23 ആ രേഖയുടെ കോപ്പി കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കൊടുത്തു. ആഗസ്റ്റ് 24 തന്നെ അമിക്കസ് ക്യൂറി അത് പരിശോധിച്ച് കോടതിക്ക് സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോ രണ്ടാമതും മെമ്മോറാണ്ടം കൊടുത്തു. വീണ്ടും കേരളത്തിന്റെ ഡൽഹിയിലെ സ്ഥാനപതി KV തോമസ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ആ മെമ്മോറാണ്ടം സമർപ്പിച്ചു. അത് കഴിഞ്ഞ് PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് ഇതും കേരളവും കൊടുത്തു. ഇതിനെല്ലാം പാർലമെന്റിൽ ഇതെല്ലാം കൈപ്പറ്റി എന്നുള്ളതിന്റെ രേഖകൾ ഇരിക്കുകയല്ലേ. കോടതിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ ഹാജരായ അറ്റോർണി ജനറൽ ഒരു തവണ പോലും ഏതെങ്കിലും കാര്യം കേരളം താമസിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പണം കൊടുക്കില്ല എന്ന ചോദ്യത്തിന് കോടതിയോട് ഉത്തരം പറഞ്ഞിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധിക്ക് നൽകിയ കത്തിൽ അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആഗസ്റ്റ് 17 കേരളം കൊടുത്ത മെമ്മോറാണ്ടവും സൂചിപ്പിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ്. അതിന്റെ കാരണം എന്താണ്? 3 അഭിപ്രായങ്ങളിൽ ഒന്നാമത്തത്, ദേശീയ ഗവൺമെന്റിന് 1 രൂപയുടെ പോലും ചെലവില്ലാത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 സെക്ഷൻ 13 പ്രകാരം ഇങ്ങനെ ഒരു ദുരന്തം നടന്നാൽ ആ ദുരന്ത ബാധിതരുടെ ദേശസാൽകൃത ബാങ്കുകളിലുള്ള കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിശ്ചയിക്കാം. സെക്ഷൻ 13 1 രൂപ ചെലവില്ല. കേരളത്തിന്റെ ബാങ്കായ കേരള ബാങ്ക് എടുത്ത് എല്ലാ കടങ്ങളും എഴുതി തള്ളി. ദേശസാൽകൃത ബാങ്കിലെ കടങ്ങൾ ഇതുവരെ എഴുതി തള്ളിയിട്ടില്ല. സെക്ഷൻ 13 പ്രയോഗിച്ചിട്ടില്ല. 1 രൂപ ചെലവില്ലല്ലോ. എന്തേ തയ്യാറാക്കാഞ്ഞത്? ഒരു മറുപടിയില്ല. 2, ഈ ദുരന്തത്തെ ഏത് നിലവാരത്തിൽ കാണുന്നു? L0 ജില്ലയിൽ നിൽക്കുന്ന ദുരന്തം, L1 L0 പ്രാദേശിക ദുരന്തം, L1 ജില്ലയിൽ അകത്ത് നിൽക്കുന്ന ദുരന്തം, L2 സംസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന ദുരന്തം, L3 എന്നാൽ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ, സംസ്ഥാനത്തിനു മാത്രമല്ലാതെ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി ഇടപെടേണ്ട ദുരന്തം. കേരളം ആവശ്യപ്പെട്ടു L3യിൽ, അതായത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറിൽ ഈ ദുരന്തത്തെ പെടുത്തണം. IMCT പരിശോധിക്കട്ടെ. IMCT 11 ഓഗസ്റ്റ് 11 പരിശോധന കഴിഞ്ഞു പോയി 4 മാസം തികയുകയാണ്. ഏത് വിഭാഗത്തിൽ ഈ ദുരന്തത്തെ പെടുത്തുന്നു എന്ന് പോലും സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. ബാക്കി എല്ലാ സംസ്ഥാനത്തിനും കൊടുത്ത അഡീഷണൽ അസിസ്റ്റന്റ് കേരളം ആവശ്യപ്പെടുന്നതാണ്. STRF പണം എണ്ണി നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം STRF മാനദണ്ഡമുണ്ട്. STRF മാനദണ്ഡം അനുസരിച്ച് ഒരു വീട് നഷ്ടപ്പെട്ടാൽ പണിയാൻ ഇപ്പൊ കൊടുക്കാവുന്നത് 1,30,000 മാത്രമാണ്. 1 കിലോമീറ്റർ റോഡ് തകർന്നു പോയാൽ പണിയാൻ കൊടുക്കാവുന്നത് 75,000 രൂപ മാത്രമാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ കുടുംബത്തിന് കൊടുക്കാവുന്നത് 4 ലക്ഷം രൂപ മാത്രമാണ്. STRF മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പണം കിട്ടാൻ ഒരു മെമ്മോറാണ്ടവും കൊടുക്കണ്ട. അത് നമ്മുടെ നാട്ടിലുണ്ടായാൽ വില്ലേജ് ഓഫീസർ പോയി പരിശോധിച്ചാൽ മന്ത്രി പോലും അറിയണ്ട. ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന നിലയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നിർവഹിക്കാം. ഇവിടെ നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കുന്ന എന്തിനാ? STRF മാനദണ്ഡങ്ങളിൽ പെടുത്താതെ അതിഭീകരമായി ഉണ്ടായ ഈ ദുരന്തത്തെ
പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ അഡീഷണൽ അസിസ്റ്റന്റ് അതും ഇതുവരെ തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിനോട് തികഞ്ഞ ശത്രുതാപരമായിട്ടുള്ള ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത്. അതിന് മാറ്റമുണ്ടാകണം. കേരളം അതിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളം അത് പ്രതീക്ഷിക്കാനുള്ള കാരണം നമ്മളൊരു ഭരണഘടനയുള്ള രാജ്യത്ത് നിൽക്കുന്ന സംസ്ഥാനമാണല്ലോ. കേരളത്തിന് കൂടി അവകാശപ്പെട്ടതാണല്ലോ കേന്ദ്രം ചെലവഴിക്കുന്ന സംഖ്യ. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ആ അവകാശം കേരളത്തിനും കിട്ടണം. അതുകൊണ്ട് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, അതുതന്നെയാണ് നമ്മൾ അർഹതപ്പെട്ട സഹായം തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിലെ മറ്റൊരു കാര്യം. അതോടൊപ്പം ഇപ്പോൾ ഈ JR പത്മകുമാർ അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ ഈ വിഷയത്തിൽ സ്വാഭാവികമായി നടക്കേണ്ട പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനുശേഷം സഹായം നൽകും എന്നൊക്കെയുള്ള തരത്തിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതെന്നാണ് ഈ പ്രൊസീജിയേഴ്സ് എപ്പോഴാണ് കഴിയുന്നത്, അതിനുശേഷം എപ്പോഴാണ് ഈ സഹായം നമ്മൾക്ക് ലഭിക്കുന്നത് എന്നൊക്കെയുള്ളതിലാണ് ഈ വിഷയത്തിൽ. പിന്നെ കേന്ദ്രം ആദ്യം പറഞ്ഞൊരു കാര്യമെന്നുള്ളത് ഇതിനു മുമ്പ് നൽകിയ ധനസഹായം വേണ്ട രീതിയിൽ കേരളം വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ആ വിഷയത്തിൽ എന്താണ് ഒരു വ്യക്തത? അല്ല, അത് ഏത് സഹായമാണെന്ന് അവർ പറയട്ടെ. STRF-ൽ കിട്ടേണ്ട പണം ബാക്കി നിൽക്കുന്നു എന്നതാണ് കേരളത്തിനോട് ഉന്നയിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രശ്നമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാകും. കഴിഞ്ഞ 2023-ലും 22-ലും 24-ലും കൊടുത്ത റോഡ് നിർമ്മാണത്തിന്റെ പണം ബില്ലായി വരിക 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഓരോന്നിന്റെയും ബില്ല് സമർപ്പിക്കുമ്പോഴാണ് അതിന്റെ ചെലവ് STRF-ൽ നിന്ന് മാറുക. എന്ന് മാത്രമല്ല, STRF-ൽ നിന്ന് ലഭ്യമാകുന്ന പണത്തിന് മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, അവിടെ ചൂരൽമലയിൽ ഏകദേശം 800ഓളം കുടുംബങ്ങളെ വാടകയ്ക്ക് നമ്മൾ മാറ്റി പാർപ്പിച്ചു. അതായത് ഒരു പുനരധിവാസം സാധ്യമാകുന്നത് വരെ, ഭൂമിയും വീടും കണ്ടെത്തി പുനരധിവാസം സാധ്യമാകുന്നത് വരെ അവരെ വാടക വീട്ടിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. വാടക വീട്ടിൽ ഏവറേജ് എത്ര കൊടുക്കും? ഒരു കുടുംബത്തിന് 6000 രൂപ കൊടുക്കാൻ പറ്റും. ഇവിടെ കിട്ടിയ STRF-ൽ നിന്ന് 1 രൂപ അതിനു വേണ്ടി എടുത്ത് കൊടുക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകൾ പറയട്ടെ. കൊടുക്കാൻ പറ്റില്ല. കാരണം STRF-ന്റെ മാനദണ്ഡങ്ങളിൽ അതില്ല. അതുകൊണ്ട് 6000 രൂപ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? 6000 രൂപ CMDRF-ൽ നിന്നാണ് കൊടുക്കുന്നത്. STRF-ന്റെ മാനദണ്ഡങ്ങളിൽ അത് പെടില്ല. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മൾ അടിയന്തര ധനസഹായം 1032 കുടുംബങ്ങൾക്ക് 10000 രൂപ വെച്ച് നമ്മൾ കൊടുത്തു. ക്യാമ്പിൽ വന്നവരും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവരും 10000 രൂപ വെച്ച് 1032 കുടുംബങ്ങൾക്ക് കിട്ടി. അതെല്ലാവരും എൻഡോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റെസീറ്റും നമ്മുടെ കയ്യിലുണ്ട്. അതിൽ എത്ര രൂപയാണ് STRF? ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന സംഖ്യ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് 10000 എടുത്ത് കൊടുക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ പറയട്ടെ, പറ്റില്ല. 5000 കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 5000 CMDRF-ൽ നിന്ന് കൊടുക്കണം. ഇവിടെ ബാക്കിയുണ്ട് എന്ന് പറയുന്ന സംഖ്യ ചൂരൽമലയ്ക്ക് വേണ്ടി പ്രത്യേകം അനുവദിച്ചതോ STRF-ന്റെ മാനദണ്ഡങ്ങൾക്ക് പുറത്ത് അനുവദിക്കാവുന്നതോ അല്ല. ഇപ്പൊ ഒറ്റ ഉദാഹരണം ഇവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു പ്രൊസീജിയർ കഴിയുന്നത് വരെ കാത്തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ത്രിപുരയിൽ ദുരന്തമുണ്ടായപ്പോ IMCT ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പേ ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അവിടെ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. 40 കോടി രൂപ അവിടെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ത്രിപുരയ്ക്ക് 40 അല്ല 400 കൊടുക്കുന്നതിൽ ഒരു തർക്കമില്ല. കാരണം ദുരന്ത ബാധിതരെ കൈയയച്ച് സഹായിക്കണം. പക്ഷെ ആ 40 കോടി രൂപ ഏത് പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ത്രിപുരയ്ക്ക് കൊടുത്തത്? അത് ഇൻ അഡ്വാൻസ്. അതായത് ചെലവുകൾ നമുക്ക് നോക്കാം, പക്ഷേ നിങ്ങൾ ഈ പണം കൈവയ്ക്കുക. പണം കിട്ടുന്നതിന്റെ മാത്രം പ്രശ്നമല്ല അത്. ഇപ്പൊ ചൂരൽമലയിലെ ദുരന്ത ബാധിതരായ മനുഷ്യർക്ക് ഇപ്പോ നല്ലതുപോലെ പ്രചാരത്തിലുള്ള ന്യൂസ് മലയാളത്തിലൂടെ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഓരോ മിനിറ്റിലും ഉണ്ടാകുന്നത് ആശങ്കയാണ്. കാരണം അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നേരത്തെ. ഈ കേരളം ഒരുപക്ഷെ എല്ലാവരുടെയും സഹായത്തോടെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു പുനർനിർമ്മാണത്തിന് കാത്തിരിക്കുമ്പോഴും അവർക്ക് ആശങ്കയുണ്ട്. ഇന്നലെ ഇപ്പോ സൈനബ എന്ന് പറയുന്ന ഒരു ഉമ്മയ്ക്ക് അവരുടെ വാടക കിട്ടിയില്ല എന്ന പ്രശ്നം പറയുകയുണ്ടായി. എന്നോട് ഒരു ചാനലിൽ നിന്ന് അതിന്റെ വിവരം കിട്ടി. അപ്പോൾ തന്നെ അന്വേഷിച്ചു. ആ ഉമ്മ എന്നോട് സംസാരിക്കുമ്പോൾ ഉമ്മയോട് അവതാരകൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്നു തന്നെ ഈ പണം അങ്ങക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും പാസ്ബുക്കിന്റെയോ മറ്റോ ക്ലറിക്കൽ എറർ ആണെങ്കിൽ ആ വാടക പൂർണ്ണമായും കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവതാരകൻ അവരോട് ചോദിക്കുകയാണ്, ഉമ്മയ്ക്ക് സന്തോഷമായോ? ഉമ്മ പറഞ്ഞ മറുപടി, ഇപ്പൊ സന്തോഷാകില്ല, ഈ പണം കിട്ടിയാലേ സന്തോഷാകുള്ളൂ. ആ പണം ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് മന്ത്രി കെ രാജനാണ് ഈ ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും
എന്തായാലും വയനാടിനോടുള്ള ഈ കേന്ദ്രത്തിന്റെ നിലപാട് എന്തുകൊണ്ടാണ് വയനാടിന് ഇത്തരത്തിൽ ധനസഹായം നിഷേധിക്കുന്നത് അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ വിവരാവകാശ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ട് 3.5 മാസം വൈകി നവംബർ 13-നാണ് കേരളം നിവേദനം സമർപ്പിച്ചത് എന്ന ആഭ്യന്തരമന്ത്രി പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരാവകാശ രേഖ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ്.